വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ പല ഘട്ടങ്ങളിലായി നടത്തുന്ന ഒരു ഗവേഷണമുണ്ട്. അതെ. മനുഷ്യൻ്റെ സ്ട്രെസ്സ്, ഹൈപ്പർ ടെൻഷൻ, അതുമായി ബന്ധപ്പെട്ട് ബ്ലഡ് പ്രഷർ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ, ശാരീരികവും മാനസികവുമായി അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് WHO ഒരു കൃത്യമായ മാനദണ്ഡങ്ങളും മറ്റുമൊക്കെയുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, WHO റിപ്പോർട്ട് പ്രകാരം 15 ലോകത്തിൽ 15 ഇതുമായി ബന്ധപ്പെട്ട അങ്ങേയറ്റത്തെ വിഷാദ രോഗത്തിനും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ശാരീരിക വിഷമതകൾക്കും അടിമപ്പെടുന്നവരാണ് എന്നാണ്. അതെ. അപ്പം ഇതിന് ഒരു കൃത്യമായൊരു മാനദണ്ഡം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതൊരു അത്ഭുതം തന്നെയാണ്. ഖുർആനിലെ സൂറ 94 അധ്യായത്തിൽ 5-6 വചനങ്ങളിൽ ഒരേ കാര്യം അള്ളാഹു ആവർത്തിച്ച് പറയാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. അപ്പോൾ ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല 2 തവണ ആവർത്തിച്ച് പറയാണ്. ഒന്ന്, എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? നിശ്ചയമായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. എല്ലാ ഡിഫിക്കൽറ്റിയോടും കൂടെ ഒരു ഈസിനെസ്, ഒരു എളുപ്പം വരാനുണ്ട്. ഇത് ഒരു തവണയല്ല, 2 തവണ അള്ളാഹു ഒരേ സമയത്ത് ആവർത്തിച്ച് പറയണം. മനുഷ്യൻ്റെ മനസ്സിനെ അറിഞ്ഞ് സംസാരിക്കുന്ന ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല രാത്രിയുടെ ആ ഇരുളിനെ മറനീക്കി പ്രഭാതം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് പോലെ, വിശപ്പിൻ്റെ അവസാനം ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറിപ്പോകുന്നത് പോലെ, ദാഹം വെള്ളം കുടിക്കുമ്പോൾ ശമിക്കുന്നത് പോലെ, രോഗം ശിഫയാകുമ്പോൾ ആശ്വാസം വരുന്നത് പോലെ, എല്ലാ പ്രയാസങ്ങൾക്കും ഒരു അവസാനമുണ്ട്. ഒരു കയറ്റത്തിനു ശേഷം ഒരു ഇറക്കമുണ്ട് എന്ന ഒരു മനോഹരമായ സന്ദേശം ഖുർആൻ വെക്കുമ്പോൾ, അതിൽ പരം സ്ട്രെസ്സും ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള മറ്റൊരു സാധ്യതയും ഇതിനോടകം ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതലായി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാഷാ അല്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാ സമയങ്ങളിലും പറയാവുന്നത് പോലെ ഖുർആൻ അത് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ഷിഫയാണ്. ഷിഫാ ഉൽ ലിന്നാസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് പങ്കുവെക്കപ്പെട്ട ചിന്ത എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. അതേപോലെ തന്നെ നമ്മൾ പകർത്തേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്.